യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 34. ഏദോമിന് നാശം. ജനതകളെ, ജനപദങ്ങളെ, അടുത്തു വരുവിൻ, ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഭൂമിയും അതിലുള്ളവയും ശ്രവിക്കട്ടെ, ലോകവും അതിൽ നിന്ന് പുറപ്പെടുന്നവയും ശ്രദ്ധിക്കട്ടെ. എല്ലാ ജനതകളുടെയും നേരെ കർത്താവ് കോപിച്ചിരിക്കുന്നു. അവരുടെ സർവ്വസൈന്യങ്ങളുടെയും നേരെ അവിടുത്തെ കോപം ആഞ്ഞടിക്കുന്നു. അവിടുന്ന് അവരെ വിധിച്ചിരിക്കുന്നു, അവരെ കൊലക്കേൽപ്പിച്ചിരിക്കുന്നു. അവരുടെ വധിക്കപ്പെട്ടവർ വലിച്ചെറിയപ്പെടുകയും മൃതശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും. പർവ്വതങ്ങളിൽ അവരുടെ രക്തമൊഴുകും. ആകാശ സൈന്യങ്ങൾ തകർന്നു നശിക്കും. ആകാശത്തെ ചുരുൾ പോലെ തെറുക്കും. മുന്തിരിച്ചെടിയിൽ നിന്നും അത്തിമരത്തിൽ നിന്നും ഇല കൊഴിയുന്നത് പോലെ അവരുടെ സൈന്യങ്ങൾ വീണുപോകും. എന്തെന്നാൽ എൻ്റെ വാൾ ആകാശങ്ങളിൽ വെച്ച് മതിയാവോളം പാനം ചെയ്തിരിക്കുന്നു. ഏദോമിൻ്റെ മേൽ ഞാൻ നാശത്തിന് വിധിച്ചിരിക്കുന്ന ജനതയുടെ മേൽ ശിക്ഷ നടപ്പാക്കാൻ ഇതാ അതിറങ്ങി വരുന്നു. കർത്താവിനൊരു വാളുണ്ട്, രക്തം കുടിച്ച് അതിന് മതിയായിരിക്കുന്നു. അത് മേധസ് ഭക്ഷിച്ചു ചെടിച്ചിരിക്കുന്നു. കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും മുട്ടാടുകളുടെ വൃക്കകളിലെ കൊഴുപ്പുകൊണ്ടും തന്നെ. എന്തെന്നാൽ കർത്താവിന് ബൊസ്രായിൽ ഒരു ബലിയും ഏദോമിൽ ഒരു മഹാസംഹാരവുമുണ്ട്. അവയോട് കൂടെ കാട്ടുപോത്തുകളും കാളക്കൂറ്റന്മാരോടൊപ്പം കാളക്കുട്ടികളും വീഴും. അവരുടെ ദേശം രക്തം കൊണ്ട് കുതിരും. അവരുടെ മണ്ണ് കൊഴുപ്പുകൊണ്ട് ഫലപുഷ്ടിയുള്ളതാകും. കർത്താവിന് പ്രതികാരത്തിൻ്റെ ദിനവും സിയോന് വേണ്ടി പകരം വീട്ടുന്ന ഒരു വത്സരവുമുണ്ട്. ഏദോമിലെ നദികൾ കീലും അവളുടെ മണ്ണ് ഗന്ധകവും അവളുടെ ദേശം കത്തുന്ന കീലുമായി മാറും. രാവും പകലും അത് കെടാതെ എരിയും. അതിൻ്റെ പുക എന്നും ഉയർന്നുകൊണ്ടിരിക്കും. തലമുറകളോളം അത് ശൂന്യമായി കിടക്കും. ആരും ഇനിയൊരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല. കഴുകനും മുള്ളൻ പന്നിയും അത് കൈവശമാക്കും. മൂങ്ങയും മലങ്കാക്കയും അവിടെ വസിക്കും. അവിടുന്ന് സംഭ്രാന്തിയുടെ ചരടുകൊണ്ട് അതിനെ അളക്കും. ശൂന്യതയുടെ തൂക്കുകെട്ട അതിൻ്റെ കുലീനന്മാരുടെ മേൽ തൂക്കും. അത് ഒരു രാജ്യം അല്ലാതാകും. അവരുടെ രാജാക്കന്മാർ ശൂന്യതയിൽ ലയിക്കും. അതിൻ്റെ കോട്ടകളിൽ മുൾച്ചെടി വളരും. അതിൻ്റെ ദുർഗങ്ങളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും. അത് കുറുക്കന്മാരുടെ സങ്കേതവും ഒട്ടകപക്ഷികളുടെ താവളവുമാകും. കാട്ടുപൂച്ചയും കഴുതപ്പുലിയും ഏറ്റുമുട്ടും. കാട്ടാടുകൾ പരസ്പരം പോരിന് വിളിക്കും. രാത്രിയിൽ ദുർമന്ത്രവാദിനി അവിടെ ഇറങ്ങി വിശ്രമ സങ്കേതം കണ്ടെത്തും. അവിടെ മൂങ്ങ കൂടുകുട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ചിറകിൻ കീഴിൽ അവയെ പോറ്റും. അവിടെ പരുന്തുകൾ ഇണയോടൊത്ത് വിഹരിക്കും. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക. ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതായിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അവയ്ക്ക് വേണ്ടി നറുക്കിട്ടു. അവിടുത്തെ കരം ചരടുകൊണ്ട് അളന്നു തിരിച്ച് അതവയ്ക്ക് നൽകിയിട്ടുണ്ട്. അവ എന്നേക്കുമായി അത് കൈവശമാക്കും. തലമുറകളോളം അവ അതിൽ വസിക്കും. അധ്യായം 35. ഐശ്വര്യപൂർണമായ ഭാവി. വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും. മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വവും കാർമെലിൻ്റെയും ഷാരോൻ്റെയും പ്രതാപവും അതിനു ലഭിക്കും. അവ കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും. മൂകന്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനമുതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. തപിച്ച മണലാരണ്യം ജലാശയമായി മാറും. ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. കുറുനരികളുടെ പാർപ്പിടം ചതുപ്പു നിലമാകും. പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലുമായി പരിണമിക്കും. അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും. വിശുദ്ധ വീതി എന്ന് അത് വിളിക്കപ്പെടും. അശുദ്ധർ അതിലൂടെ കടക്കുകയില്ല. പോഷർക്ക് പോലും അവിടെ വഴിതെറ്റുകയില്ല. അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല. ഒരു ഹിംസ്ര ജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല.
അവയെ അവിടെ കാണുകയില്ല. രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും. അധ്യായം 36. സെന്നാകെരീബിൻ്റെ ആക്രമണം. ഹെസക്കിയ രാജാവിൻ്റെ 14-ാം ഭരണവർഷം അസീറിയ രാജാവായ സെന്നാകെരീബ് യൂദായിലെ സുരക്ഷിത നഗരങ്ങളെല്ലാം ആക്രമിച്ച് പിടിച്ചടക്കി. അസീറിയ രാജാവ് ലാഗിഷിൽ നിന്ന് റബ്ശക്കയെ ഒരു വലിയ സൈന്യത്തോടൊപ്പം ജെറുസലേമിൽ ഹെസക്കിയ രാജാവിൻ്റെ നേർക്കയച്ചു. അവൻ അലക്കുകാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയിലുള്ള മേൽക്കളത്തിൻ്റെ ചാലിനരികെ നിലയുറപ്പിച്ചു. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഹിൽക്കിയായുടെ പുത്രനായ എലിയാക്കിം എന്ന കൊട്ടാരം വിചാരിപ്പുകാരനും ഷെബ്ന എന്ന കാര്യവിചാരകനും ആസാഫിൻ്റെ പുത്രനായ യോവാഹ് എന്ന ദിനവൃത്താന്ത ലേഖകനും ചെന്നു. റബ്ശക്കെ അവരോട് പറഞ്ഞു, ഹെസക്കിയായോട് പറയുക, മഹാനായ അസീറിയ രാജാവ് പറയുന്നു, നിന്റെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനം എന്ത്? വെറും വാക്ക് യുദ്ധതന്ത്രവും യുദ്ധത്തിൻ്റെ ശക്തിയും ആകുമെന്ന് നീ വിചാരിക്കുന്നുവോ? എന്നെ എതിർക്കാൻ തക്കവിധം നീ ആരിലാണ് ആശ്രയിക്കുന്നത്? ഈജിപ്തിനെയാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഊന്നി നടക്കുന്നവൻ്റെ ഉള്ളംകൈയിൽ തുളച്ചു കയറുന്ന പൊട്ടിയ ഓടത്തണ്ടിന് തുല്യമാണത്. ഈജിപ്ത് രാജാവായ ഫറവോ തന്നെ ആശ്രയിക്കുന്നവന് അത്തരത്തിലുള്ളവനാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്നു നീ എന്നോട് പറഞ്ഞാൽ, നിങ്ങൾ ഈ ബലിപീഠത്തിന് മുൻപിൽ മാത്രം ആരാധന നടത്തിയാൽ മതി എന്ന് യൂദായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ നശിപ്പിച്ചത്? എൻ്റെ യജമാനനായ അസീറിയ രാജാവുമായി പന്തയം വയ്ക്കുക. നിനക്ക് വേണ്ടത്ര കുതിരപ്പടയാളികളുണ്ടെങ്കിൽ ഞാൻ 2000 കുതിരകളെ തരാം. രഥങ്ങൾക്കും കുതിരപ്പടയാളികൾക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ ഏറ്റവും ചെറിയ ദാസന്മാരിൽപ്പെട്ട ഒരു സേനാനായകനെങ്കിലും തിരിച്ചോടിക്കാൻ കഴിയുമോ? കർത്താവിൻ്റെ സഹായമില്ലാതെയാണോ ഈ ദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്? കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ ദേശത്തിനു നേരെ ചെന്ന് അതിനെ നശിപ്പിക്കുക. അപ്പോൾ എലിയാക്കിമും ഷെബ്നായും യോവാഹും കൂടി റബ്ശക്കയോട് പറഞ്ഞു, നിന്റെ ദാസന്മാരോട് ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്കത് മനസ്സിലാകും. കോട്ടയുടെ മുകളിലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത്. റബ്ശക്കെ മറുപടി പറഞ്ഞു, സ്വന്തം വിസർജന വസ്തുക്കൾ തിന്നാനും കുടിക്കാനും നിന്നോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയുടെ മുകളിലിരിക്കുന്ന ജനത്തോടല്ലാതെ നിന്നോടും നിന്റെ യജമാനനോടും ഈ വാക്കുകൾ പറയാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? അനന്തരം റബ്ശക്ക എഴുന്നേറ്റു നിന്ന് ഹെബ്രായ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മഹാനായ അസീറിയ രാജാവിൻ്റെ വാക്കുകൾ ശ്രവിച്ചാലും. രാജാവ് പറയുന്നു, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിയുകയില്ല. നിശ്ചയമായും കർത്താവ് നമ്മെ രക്ഷിക്കും. ഈ നഗരം അസീറിയ രാജാവിൻ്റെ പിടിയിൽ അമരുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ. നിങ്ങൾ ഹെസക്കിയയുടെ വാക്ക് ശ്രദ്ധിക്കരുത്. അസീറിയ രാജാവ് പറയുന്നു, സമാധാന ഉടമ്പടി ചെയ്ത് നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുന്നതിനും സ്വന്തം തൊട്ടിയിൽ നിന്ന് കുടിക്കുന്നതിനും ഇടവരും. ഞാൻ വന്ന് നിങ്ങളുടേതുപോലുള്ള ഒരു നാട്ടിലേക്ക്, ധാന്യങ്ങളുടെയും വീഞ്ഞിൻ്റെയും നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതുവരെ നിങ്ങൾ അങ്ങനെ കഴിയും. കർത്താവ് നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഏതെങ്കിലും ജനതയുടെ ദേവൻ അസീറിയ രാജാവിൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം ജനത്തെ രക്ഷിച്ചിട്ടുണ്ടോ? ഹാമാത്തിൻ്റെയും അർപ്പാദിൻ്റെയും ദേവന്മാർ എവിടെ? സെഫാർവൈമിൻ്റെ ദേവന്മാർ എവിടെ? സമരിയായെ എൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് സാധിച്ചോ? ഈ രാജ്യങ്ങളിലെ ദേവന്മാരിൽ ആരാണ് തങ്ങളുടെ രാജ്യങ്ങളെ എൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത്? ജെറുസലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് രക്ഷിക്കുമെന്ന് പിന്നെ എങ്ങനെ കരുതാം? ജനം അവനോട് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തെന്നാൽ അവരോട് മറുപടി പറയരുതെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഹിൽക്കിയായുടെ പുത്രനും കൊട്ടാരം വിചാരിപ്പുകാരനുമായ എലിയാക്കിമും കാര്യവിചാരകനായ ഷെബ്നായും ആസാഫിൻ്റെ പുത്രനും ദിനവൃത്താന്ത ലേഖകനുമായ യോവാബും ഹെസക്കിയായുടെ അടുത്ത് മടങ്ങി വന്ന് വസ്ത്രം കീറിക്കൊണ്ട് റബ്ശക്കയുടെ വാക്കുകൾ അറിയിച്ചു. അധ്യായം 37. ഏശയ്യായുടെ ഉപദേശം.
ഹെസക്കിയ രാജാവ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കുടുത്ത് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. കൊട്ടാരം വിചാരിപ്പുകാരനായ എലിയാക്കിമിനെയും കാര്യവിചാരകനായ ഷെബ്നായെയും ശ്രേഷ്ഠ പുരോഹിതന്മാരെയും ചാക്കുടിപ്പിച്ച് ആമോസിൻ്റെ പുത്രനായ ഏശയ്യാ പ്രവാചകന്റെ അടുത്തേക്ക് അവൻ അയച്ചു. അവർ ഏശയ്യായോട് പറഞ്ഞു, ഹെസക്കിയ പറയുന്നു, ഇതു കഷ്ടതയുടെയും ശാസനയുടെയും കടുത്ത അവമാനത്തിൻ്റെയും ദിനമാണ്. കുഞ്ഞുങ്ങൾ പിറക്കേണ്ട നേരമായി, എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ തൻ്റെ യജമാനനായ അസീറിയ രാജാവ് അയച്ചിരുന്ന റബ്ശക്കായുടെ വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കുകയില്ലേ? ആ വാക്കുകൾക്ക് അവിടുന്ന് ശിക്ഷ നൽകുകയില്ലേ? അതിനാൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹെസക്കിയ രാജാവിൻ്റെ ദാസന്മാർ ഏശയ്യായെ സമീപിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവിൻ്റെ ദാസന്മാർ എന്നെ നിന്ദിച്ചു പറഞ്ഞ വാക്കുകേട്ട് പേടിക്കേണ്ട. അവൻ ഒരു കിംവദന്തി കേട്ട് സ്വന്തം നാട്ടിലേക്ക് പോകത്തക്ക വിധം അവനിൽ ഞാനൊരു ആത്മാവിനെ നിക്ഷേപിക്കും. സ്വന്തം ദേശത്ത് വെച്ച് വാളിനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും. റബ്ശക്കെ മടങ്ങിപ്പോയി. അസീറിയ രാജാവ് ലിബ്നായ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അവൻ കണ്ടു. രാജാവ് ലാഗിഷ് വിട്ടെന്ന് അവൻ കേട്ടിരുന്നു. തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ എത്യോപ്യ രാജാവായ തിർഹാക്ക പുറപ്പെട്ടിരിക്കുന്നുവെന്ന് രാജാവ് കേട്ടു. അവൻ ഹെസക്കിയായുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു പറഞ്ഞു, യൂദാ രാജാവായ ഹെസക്കിയായോട് നിങ്ങൾ പറയണം, അസീറിയ രാജാവിൻ്റെ കരങ്ങളിൽ ജെറുസലേം ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അസീറിയ രാജാക്കന്മാർ എല്ലാ ദേശങ്ങളെയും എപ്രകാരം നിശേഷം നശിപ്പിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ? എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ച ഗോസാൻ, ആരാൻ, റസെഫ്, തെലാസറിലുണ്ടായിരുന്ന ഏദൻകാർ എന്നീ ജനതകളെ അവരുടെ ദേവന്മാർ രക്ഷിച്ചു. ഹാമാത്തിലെയും അർപ്പാദിലെയും സെഫാർവയും നഗരത്തിലെയും ഹേനായിലെയും ഇവായിലെയും രാജാക്കന്മാർ ഇപ്പോൾ എവിടെ? ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്തു വാങ്ങി വായിച്ചു. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അതവിടുത്തെ മുൻപിൽ നിവർത്തി വെച്ചു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, സൈന്യങ്ങളുടെ കർത്താവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, കെരൂബുകളിന്മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നവനെ, അങ്ങാണ്, അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം. ആകാശവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു. കർത്താവെ, ചെവി ചായ്ച്ച് ശ്രവിക്കണമേ. അങ്ങ് കണ്ണു തുറന്ന് കടാക്ഷിക്കണമേ. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ സെന്നാകെരീബ് അയച്ച സന്ദേശം അങ്ങ് ശ്രവിക്കണമേ. കർത്താവെ, അസീറിയ രാജാക്കന്മാർ എല്ലാ ജനതകളെയും അവരുടെ ദേശങ്ങളെയും ശൂന്യമാക്കുകയും അവരുടെ ദേവന്മാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തുവല്ലോ. അവർ ദേവന്മാരായിരുന്നില്ല, മനുഷ്യന്റെ കരവേലയായ മരവും കല്ലും മാത്രമായിരുന്നു അവർ. അതുകൊണ്ടാണല്ലോ അവ നശിപ്പിക്കപ്പെട്ടത്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മാത്രമാണ് കർത്താവെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയട്ടെ. അപ്പോൾ ആമോസിൻ്റെ പുത്രനായ ഏശയ്യ ഹെസക്കിയായ്ക്ക് ഈ സന്ദേശം അയച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവായ സെന്നാകെരീബിനെ സംബന്ധിച്ച് നീ എന്നോട് പ്രാർത്ഥിച്ചു. അവനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, കന്യകയായ സിയോൻ പുത്രി നിന്നെ വെറുക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. ജെറുസലേം പുത്രി പരിഹാസപൂർവ്വം നിന്റെ പിന്നിൽ തലയാട്ടുന്നു. ആരെയാണ് നീ നിന്ദിക്കുകയും ശകാരിക്കുകയും ചെയ്തത്? ആർക്കെതിരെയാണ് നീ ഉച്ചത്തിൽ സംസാരിക്കുകയും അഹങ്കാരത്തോടെ കണ്ണുയർത്തുകയും ചെയ്തത്? ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരായി. നിന്റെ ദാസന്മാർ വഴി നീ കർത്താവിനെ നിന്ദിച്ചു പറഞ്ഞു. എൻ്റെ അനേകം രഥങ്ങളുമായി ഞാൻ പർവ്വതങ്ങളുടെ മുകളിലും ലെബനോന്റെ വിദൂര ശിഖരങ്ങളിലും കയറി. അതിൻ്റെ ഉയർന്ന ദേവദാരുക്കളെയും വിശിഷ്ടമായ സരള മരങ്ങളെയും ഞാൻ വെട്ടിവീഴ്ത്തി. അതിൻ്റെ വിദൂരമായ കൊടുമുടിയിലും ഇടതിങ്ങി വളരുന്ന വനത്തിലും ഞാൻ കടന്നു ചെന്നു. ഞാൻ കിണറുകൾ കുഴിച്ച് വെള്ളം കുടിച്ചു. എൻ്റെ ഉള്ളങ്കാൽ കൊണ്ട് ഈജിപ്തിലെ നദികളെയെല്ലാം ഞാൻ വറ്റിച്ചു കളഞ്ഞു. ഞാൻ ഇത് പണ്ടേ നിശ്ചയിച്ചതാണെന്ന് നീ കേട്ടിട്ടില്ലേ? പണ്ടേ നിശ്ചയിച്ചത് ഞാനിപ്പോൾ നടപ്പിലാക്കുന്നു. നീ സുരക്ഷിത നഗരങ്ങളെ തകർത്ത് നാശക്കൂമ്പാരമാക്കും. അപ്പോൾ അതിലെ നിവാസികൾ ശക്തി ക്ഷയിച്ച് ആകുലരും പരിഭ്രാന്തരുമാകും. അവർ വയലിലെ സസ്യങ്ങൾ പോലെയും ഇളം പുല്ലുപോലെയും വളരുന്നതിനു മുൻപേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെയുമായിത്തീരും. ഇതെല്ലാം ഞാൻ പണ്ടേ നിശ്ചയിച്ചതാണ്. നിന്റെ പ്രവൃത്തികളും വ്യാപാരങ്ങളും നീ എൻ്റെ നേരെ കോപിക്കുന്നതും ഞാൻ അറിയുന്നു. നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ അറിയുകയും ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും
കടിഞ്ഞാൺ നിന്റെ വായിലും ഇട്ട് വന്ന വഴിക്ക് തന്നെ നിന്നെ തിരിച്ചോടിക്കും. ഇതു നിങ്ങൾക്ക് അടയാളമായിരിക്കും. ഈ വർഷം സ്വയം വളരുന്നത് ഭക്ഷിക്കുക, 2-ാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക. 3-ാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക. യൂദായുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ വീണ്ടും വേരുപിടിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗം പുറപ്പെടും. സിയോൻ പർവ്വതത്തിൽ നിന്ന് അതിജീവിച്ചവരുടെ ഒരു ഗണവും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിവൃത്തിയാക്കും. അസീറിയ രാജാവിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു: അവൻ ഈ നഗരത്തിലേക്ക് വരികയോ ഇതിനെതിരെ അമ്പെയ്യുകയോ ചെയ്യുകയില്ല. പരിചയമേന്തി വന്ന് ഇതിനെതിരെ ഉപരോധ വലയം നിർമ്മിക്കുകയില്ല. വന്ന വഴിയിലൂടെ തന്നെ അവൻ തിരിച്ചു പോകുമെന്നും നഗരത്തിൽ പ്രവേശിക്കുകയില്ലെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ ദാസനായ ദാവീദിനു വേണ്ടിയും ഞാൻ ഈ നഗരത്തെ സംരക്ഷിക്കും. കർത്താവിൻ്റെ ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വധിച്ചു. അതിരാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോൾ അസീറിയ രാജാവായ സെന്നാകെരീബ് തിരിച്ചുപോയി നിനവയിൽ വസിച്ചു. തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവൻ്റെ പുത്രന്മാരായ അദ്രാമെലെക്ക്, ശരേസർ എന്നിവർ ചേർന്ന് വാളുകൊണ്ട് വധിച്ചിട്ട് അരാറാത്തിൻ്റെ ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അവന് പകരം പുത്രനായ എസാർ ഹദോൻ ഭരണമേറ്റു. ദൈവമായ കർത്താവിന് സ്തുതി.